നമസ്കാരം. ജാർഖണ്ഡിലെ ബഹരാഗോറയിൽ സുബർണരേഖ നദീതീരത്ത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വെറുമൊരു ലോഹ കഷണമല്ല, പതിറ്റാണ്ടുകളോളം മണൽത്തിട്ടയ്ക്കടിയിൽ ഒളിഞ്ഞിരുന്ന മാരകമായ ഒരു യുദ്ധ സ്മാരകമാണ്. മണൽ ഖനനത്തിനിടെ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ഈ ഭീമൻ ബോംബ് ഇപ്പോൾ ആ പ്രദേശത്തെ ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഏകദേശം 500 പൗണ്ട്, അതായത് 226 കിലോയിലധികം ഭാരമുള്ള ഈ ബോംബ് അമേരിക്കൻ നിർമ്മിതമാണ്. ബോംബിന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ANM 64 എന്ന കോഡ് സൂചിപ്പിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബാണിതെന്നാണ്. റാഞ്ചിയിൽ നിന്നുള്ള ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് സ്ഥലം സന്ദർശിച്ച് പരിശോധനകൾ പൂർത്തിയാക്കി. എന്നാൽ ഞെട്ടിക്കുന്ന വിവരം അതല്ല. പതിറ്റാണ്ടുകൾ മണ്ണിൽ കിടന്നിട്ടും ഈ ബോംബ് ഇപ്പോഴും ആക്റ്റീവാണ് എന്നുള്ളതാണ്. ചെറിയൊരു പിഴവ് പോലും വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ സുബർണരേഖ നദിയുടെ തീരം പോലീസ് പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ്. ജനങ്ങളോട് ആ ഭാഗത്തേക്ക് പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡിന് മാത്രം കൈകാര്യം ചെയ്യാവുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ പ്രഹരശേഷി എന്നതിനാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായം പോലീസ് തേടിക്കഴിഞ്ഞു. ആർമിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയാൽ മാത്രമേ ഈ സ്ഫോടക വസ്തു സുരക്ഷിതമായി നിർവീര്യമാക്കാൻ സാധിക്കൂ. പ്രദേശവാസികളിൽ ചിലർ ഇത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തെ ബോംബാണെന്ന് കരുതുന്നുണ്ടെങ്കിലും ചരിത്രകാരന്മാരും വിദഗ്ധരും പറയുന്നത് മറ്റൊന്നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ മേഖലയിൽ സഖ്യകക്ഷികളുടെ വിമാനത്താവളങ്ങളും സൈനിക നീക്കങ്ങളും സജീവമായിരുന്നു. അക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ലക്ഷ്യം കാണാതെ പോയതോ ആയ ബോംബാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം. ഭീതി ഒഴിയാത്ത സുബർണരേഖ നദീതീരത്ത് ഇപ്പോൾ കനത്ത കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യം എത്തുന്നതുവരെ ഈ മാരക സ്ഫോടക വസ്തു ഒരു നിശബ്ദ ഭീഷണിയായി അവിടെ തുടരും. അപകട സാധ്യത കണക്കിലെടുത്ത് പ്രാദേശിക ഭരണകൂടം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.